പശ്ചിമേഷ്യയിൽ നിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി പുറത്തു വരികയാണ്. ഹമാസ് തട്ടിക്കൊണ്ടുപോയ ബന്ദികളെ സംബന്ധിച്ച നിർണായക വിവരം. ഹമാസ് ബന്ദികളെ വിവിധ ഭീകര സംഘടനകൾക്ക് കൈമാറിയെന്ന ഞെട്ടിക്കുന്ന വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. ഇസ്രായേലി ബന്ദികൾ പലരെയും ഹിസ്ബുള്ളയ്ക്കോ ഹൂതികൾക്കോ കൈമാറിയിരിക്കാനും സാധ്യത. 2023 ഒക്ടോബർ മാസം 23-ാം തീയതി ഇസ്രായേലിലേക്ക് കടന്നുകയറിയ ഹമാസ് ഭീകരവാദികൾ ഇസ്രായേലിനുള്ളിൽ 1200ഓളം വരുന്ന ഇസ്രായേലി പൗരന്മാരെ അതിക്രൂരമായി മാരകമായി കൊന്നൊടുക്കി. കൂടാതെ 260ഓളം പേരെ തട്ടിക്കൊണ്ടുപോയി. അത്തരത്തിൽ തട്ടിക്കൊണ്ടുപോയ ആളുകളെ ഹമാസ് മറ്റ് ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് കൈമാറിയെന്ന വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്. ബന്ദിമോചനം സംബന്ധിച്ച ചർച്ചകൾ സജീവമാകുന്നതിനിടയിലാണ് ഞെട്ടലുളവാക്കുന്ന വിവരം പുറത്തു വരുന്നത്. പാലസ്തീനിയൻ ഇസ്ലാമിക് ജിഹാദ് എന്ന ഭീകര സംഘടന ഇസ്രായേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയ ബന്ദികളുടെ വീഡിയോ പുറത്തുവിട്ടു. ഇത് 3-ാം തവണയാണ് ഇസ്ലാമിക് ജിഹാദ് ഇത്തരത്തിലുള്ള വീഡിയോ പുറത്തുവിടുന്നത്. വീഡിയോയിൽ സാക്ഷാ ട്രൂഫനോവ് എന്ന ഇസ്രായേലി പൗരൻ പറയുന്നു, ഞാൻ 1 വർഷമായി തടവിലാണ്. ഭക്ഷണം, വെള്ളം, വൈദ്യുതി എന്നിവയുടെ ക്ഷാമമുണ്ട്. ഇപ്പോൾ അടിസ്ഥാന ഉൽപ്പന്നങ്ങൾ പോലും തീർന്നു. കുളിക്കാനും ആഹാരത്തിനുമുള്ള സാധ്യതകളില്ല. മുഴുവൻ സമയവും മുഷിഞ്ഞ മാറാത്ത വസ്ത്രങ്ങളും ഇട്ടാണ് കഴിയുന്നതെന്നും വീഡിയോയിൽ ഇദ്ദേഹം വിവരിക്കുന്നു. ലെബനനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ പോരാടുന്നതിനിടയിൽ ഗാസയിൽ തടവിലാക്കിയവരെ ഗവൺമെൻറ് മറന്നു എന്ന ആശങ്കയും ഇയാൾ പ്രകടിപ്പിക്കുന്നുണ്ട്. പ്രതിഷേധം തുടരാനും ബന്ദികളെ ഓർക്കാനും ട്രൂഫനോവ് ഇസ്രായേൽ പൗരന്മാരോട് ആവശ്യപ്പെടുന്നു. വീഡിയോയിൽ 101 ബന്ദികളെ തിരിച്ചെത്തിക്കേണ്ടതിൻ്റെ അടിയന്തര ആവശ്യം എടുത്തു കാണിക്കുന്നു. ഇപ്പോൾ ശൈത്യകാലം അടുക്കുന്നതോടെ 1 വർഷത്തിലേറെയായി പീഡനം, പട്ടിണി, ഇരുട്ട് എന്നിവയുടെ ഭയാനകമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഈ ബന്ദികൾ അവരുടെ ജീവൻ നഷ്ടപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുന്നുവെന്നും ഇപ്പോൾ പുറത്തു വരുന്ന ബന്ദിയുടെ വീഡിയോ പറയുന്നു. പാലസ്തീൻ ഭീകരർ കിബ്ബട്സ് നിറോസിൽ 11 മാസങ്ങൾക്ക് മുൻപ് അവിടുത്തെ 400ഓളം നിവാസികളിൽ 70 പേരെ കൊല്ലുകയോ 50 പേരെ തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്തിരുന്നു. അതിൽ ഉൾപ്പെട്ടയാളാണ് ട്രൂഫനോവ്. ട്രൂഫനോവിൻ്റെ അമ്മ ലെന ട്രൂഫനോവിനെയും ഇസ്രായേലിൽ നിന്ന് ഹമാസ് തട്ടിക്കൊണ്ടുപോയിരുന്നു. എന്നാൽ കഴിഞ്ഞ നവംബറിൽ ലെന ട്രൂഫനോവിനെ അവർ വിട്ടയച്ചു എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം. അപ്പോൾ സാഷ ട്രൂഫനോവിൻ്റെ ഈ വീഡിയോ ഇസ്ലാമിക് ജിഹാദ് തന്നെ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് റെക്കോർഡ് ചെയ്തതാണ് ഈ വീഡിയോ എന്നത് സംബന്ധിച്ച് ഒരു വിവരവുമില്ല. വീഡിയോയുടെ കാലപ്പഴക്കത്തെ സംബന്ധിച്ചും ആശങ്കകളുണ്ട്. നേരത്തെയും ഇത്തരത്തിലുള്ള വീഡിയോകൾ ഹമാസും മറ്റ് ഭീകര സംഘടനകളും പങ്കുവച്ചിരുന്നു. മാനസികമായി ഇസ്രായേലിനെ തളർത്തുക, ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേലിനെ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയുള്ള ചില തന്ത്രപരമായ നീക്കങ്ങളാണ് ഇതെന്ന് ഇസ്രായേൽ ഉറച്ചു വിശ്വസിക്കുന്നു. നേരത്തെ ഹമാസ് ആയിരുന്നു 2-3 തവണ ഇത്തരത്തിലുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ആദ്യമായിട്ട് പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് അവർ തട്ടിക്കൊണ്ടുപോയ ആളുകളുടെ വീഡിയോ പ്രചരിപ്പിക്കുന്നു. ഒന്നുകിൽ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദ് 2023 ഒക്ടോബർ 7 ഇസ്രായേൽ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഹമാസ് തട്ടിക്കൊണ്ടുപോയ ആളുകളെ ഹമാസ് ഇത്തരത്തിലുള്ള ജിഹാദി സംഘടനകൾക്ക്, ഇസ്ലാമിക ഭീകര സംഘടനകൾക്ക് വീതം വെച്ച് നൽകിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഹിസ്ബുള്ളയ്ക്കും ഈ ബന്ദികളിൽ കുറേ പേരെ വീതം ലഭിച്ചിരിക്കാം. ഹൂതികളുടെ പക്കലും ഇസ്രായേലി ബന്ദികൾ ഉണ്ടായിരിക്കാം. ഇവരെ വച്ച് വിലപേശാനുള്ള തന്ത്രങ്ങളായിരിക്കാം ഇനിയുള്ള കാലം ഇവർ നടത്തുക. നേരത്തെ ഈ വാർത്ത വരുമ്പോൾ നേരത്തെ വന്ന ഒരു വാർത്തയോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. യഹിയ സിൻവാറിന്റെ അവസാന കാലങ്ങളിൽ ചില വാർത്തകൾ ഗാസയിൽ നിന്ന് വന്നിരുന്നു. ഇനി അവശേഷിക്കുന്ന ബന്ദികളിൽ ഭൂരിഭാഗം പേരും എവിടെയാണെന്ന് നിലവിലുള്ള ഹമാസ് നേതൃത്വത്തിന് അറിയില്ല. യഹിയ സിൻവാർ കൊല്ലപ്പെട്ടതോടുകൂടി അവസാന ആശയം അവസാനിച്ചു. നിലവിൽ ഹമാസിന്റെ അവശേഷിക്കുന്ന ഭീകരന്മാർക്ക്, ഗാസയിൽ അവശേഷിക്കുന്നവർക്ക് ഇനിയുള്ള ബന്ദികളിൽ വളരെ കുറച്ച് പേരെ കുറിച്ചുള്ള വിവരം മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവർ ഈ ഗാസയിൽ എവിടെയാണെന്ന് പോലും അറിയില്ല എന്ന ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഹമാസിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ചില വാർത്തകളായിരുന്നു അത്. അതിനോട് ചേർത്ത് വായിക്കുമ്പോൾ ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ യാഥാർത്ഥ്യം തന്നെയാണ്. അവശേഷിക്കുന്ന ബന്ദികളിൽ വലിയൊരു വിഭാഗത്തിനെ ഒന്നുകിൽ ഹമാസ് ഹിസ്ബുള്ളയ്ക്ക് കൈമാറിയിരിക്കാം, അല്ലെങ്കിൽ ഹൂതികൾക്ക് കൈമാറിയിരിക്കാം, ഇസ്ലാമിക് ജിഹാദിനും കൈമാറിയിരിക്കാം. ആ ഇസ്ലാമിക് ജിഹാദിൻ്റെ പക്കലുള്ള സാഷ ട്രൂഫനോവ് എന്ന വ്യക്തിയുടെ വീഡിയോ ആണ് ഇപ്പോൾ ഇസ്ലാമിക് ജിഹാദ് പുറത്തുവിട്ടിരിക്കുന്നത്. ആ വീഡിയോയിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അതായത്
ഞാൻ ഇവിടെ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ബങ്കറിൽ ഇരുണ്ട മുറികളിൽ ജീവിതം നീട്ടിക്കൊണ്ടുപോകുന്നു. ഭക്ഷണവും വസ്ത്രവും വെള്ളവും ഒക്കെ വളരെ കുറവാണ്, മരുന്ന് പോലുമില്ല. ഇനിയും നീണ്ടകാലം ഈ ബങ്കറിൽ കഴിയാനാകില്ല, എങ്കിൽ മരണം ഉറപ്പാകും. അധികം വൈകാതെ തന്നെ വെള്ളവും ഭക്ഷണവും, അല്പാൽപമായി ലഭിക്കുന്ന വെള്ളവും ഭക്ഷണവും ഇനി ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഇസ്രായേലിൽ തങ്ങളെ രക്ഷിക്കാനുള്ള പ്രക്ഷോഭം ശക്തമാക്കാനും സർക്കാരിന് മേൽ സമ്മർദ്ദം ചെലുത്താനും അതിലൂടെ ബന്ദിമോചനം സംബന്ധിച്ച ഒരു തീരുമാനമുണ്ടാക്കാനുമാണ് ഇസ്രായേലി ജനതയോട് ട്രൂഫനോവ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. ലെനാർഡ് ട്രൂഫനോവിൻ്റെ പ്രതികരണം പിന്നാലെ ഉണ്ടായി. തൻ്റെ മകൻ ജീവനോടെ ഉണ്ട് എന്ന് അറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ലെനാർഡ് ട്രൂഫനോവ് പറയുന്നു. എന്നാൽ അവൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് ആശങ്കയുണ്ട്. തൻ്റെ മകനെ രക്ഷിച്ചെടുക്കാൻ വേണ്ട നടപടികൾ ഇസ്രായേൽ ഭരണകൂടം കൈക്കൊള്ളണം, അല്ലാതെ ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള യുദ്ധത്തിലല്ല ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. തൻ്റെ മകനെപ്പോലെ 100ഓളം ബന്ദികൾ ഇപ്പോഴും ഹമാസിൻ്റെ പക്കലുണ്ട്, അല്ലെങ്കിൽ ഗാസയിലുണ്ട്. അവരെ തിരിച്ചെത്തിക്കാനുള്ള പ്രയത്നത്തിന് പ്രാഥമികമായ പരിഗണന നൽകണമെന്നാണ് ലെനാർഡ് ട്രൂഫനോവ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇസ്ലാമിക് ജിഹാദ് പുറത്തുവിട്ട വീഡിയോ ദൃശ്യം ലോകമാസകലം വൈറലായി ഓടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ബന്ദികളെ വച്ച് വീണ്ടും മാനസിക സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമം ഹമാസും അതുപോലെ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദും നടത്തിക്കൊണ്ടിരിക്കുന്നു. ബന്ദികളുടെ കൂടുതൽ വീഡിയോകൾ വരും ദിവസങ്ങളിൽ പുറത്തു വരുമെന്നാണ് ലഭിക്കുന്ന വിവരം. കാരണം ഇസ്രായേൽ ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് ബന്ദികളിൽ ഏറെ പേർ ഇനി ജീവിച്ചിരിക്കാൻ സാധ്യതയില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ ഇനി ബന്ദികളെ രക്ഷിച്ചെടുക്കുക എന്നൊരു നീക്കത്തിലേക്ക് ഇസ്രായേൽ തിരിയുന്നില്ല. അതിനു മുൻപ് ഗാസയിലെ ഹമാസിൻ്റെ അന്ത്യം കാണണം. ഇനി ഹമാസുമായി ഒരു ചർച്ചയുമില്ല, ഒരു സന്ധി സംഭാഷണവുമില്ല, ഒരു വെടിനിർത്തലുമില്ല. ഗാസയിൽ ഹമാസിൻ്റെ അന്ത്യം, ഹിസ്ബുള്ളയുടെ അന്ത്യം ലെബനനിൽ. ഇതാണ് ഇസ്രായേലിൻ്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ വെടിനിർത്തൽ ചർച്ചകളില്ല എന്ന് ഇസ്രായേൽ ഔദ്യോഗികമായി വ്യക്തമാക്കി. എന്നാൽ ഗാസയിലെ വെടിനിർത്തലിന് വേണ്ടി ഇസ്രായേലിന് മേൽ അമേരിക്കയുടെ വലിയ സമ്മർദ്ദമുണ്ട്. എന്നാൽ അമേരിക്കയുടെ സമ്മർദ്ദങ്ങളെ വേറൊരു രീതിയിൽ മറികടക്കുകയാണ് ഇസ്രായേൽ. നേരത്തെ 1 മാസത്തെ സാവകാശം അമേരിക്ക ഇസ്രായേലിന് നൽകിയിരുന്നു. ആ സമയമെന്നത് ഗാസയിലേക്ക് മാനുഷിക പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയാണ്, അടിയന്തര സാധനങ്ങൾ എത്തിക്കാൻ വേണ്ടിയാണ്, ഭക്ഷണവും വെള്ളവും മരുന്നുമടക്കമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുക്കൾ എത്തിക്കാൻ വേണ്ടിയാണ്. അതിന് വിഘാതം നിൽക്കരുത്, തടസ്സം നിൽക്കരുത്. ഇതായിരുന്നു ഇസ്രായേലിനോട് അമേരിക്ക പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 26 or 27 ട്രക്കുകൾ ചുരുങ്ങിയ ദിവസം കൊണ്ട് തന്നെ ഗാസയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് എത്തിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞു. അതിന് പിന്നാലെ ഇപ്പോൾ അമേരിക്കൻ ഭരണകൂടം തന്നെ അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഞങ്ങൾ ഇസ്രായേലിന് ആയുധം തടഞ്ഞു വയ്ക്കില്ല. നേരത്തെ ഭീഷണിപ്പെടുത്തിയത് 1 മാസത്തിനുള്ളിൽ ഞങ്ങൾ പറയുന്ന രീതിയിൽ ഗാസയിലേക്ക് അടിയന്തര സഹായങ്ങൾ എത്തിയില്ലെങ്കിൽ ഇസ്രായേലിനുള്ള ആയുധ വിതരണം ഞങ്ങൾ നിർത്തിവെക്കുമെന്നായിരുന്നു ജോ ബൈഡൻ്റെ വലിയ ഭീഷണി. എന്നാൽ ഇപ്പോൾ സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലെത്തിയിരിക്കുന്നു. ആ ഘട്ടത്തിൽ തന്നെ ഇപ്പോൾ ബൈഡൻ ഭരണകൂടം അവസാനമായി പറയുന്നു, ഞങ്ങൾ ഇസ്രായേലിന് ആയുധങ്ങൾ യഥേഷ്ടം നൽകും. ഞങ്ങൾ ആയുധങ്ങൾ പിടിച്ചു വെക്കേണ്ട കാര്യമില്ല, കാരണം ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഗാസയിൽ വലിയ സേവന പ്രവർത്തനങ്ങൾക്ക് ഇസ്രായേൽ നേതൃത്വം നൽകി. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള സാധനങ്ങൾ എത്തി. അങ്ങനെ ഒരു പരിധിവരെയെങ്കിലും ഗാസയിലെ സ്ഥിതി ശാന്തമാക്കുന്നതിന് ഇസ്രായേലിൻ്റെ നടപടികൾ സഹായകമായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തുടർന്നും ഇസ്രായേലിന് ആയുധങ്ങൾ നൽകുമെന്ന് അമേരിക്ക വ്യക്തമാക്കുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പശ്ചിമേഷ്യ കടന്നു പോകുന്നത്. അപ്പോഴാണ് ഒരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിൽ നിന്ന് ഹമാസ് ഒക്ടോബർ 7 തട്ടിക്കൊണ്ടുപോയ ആളുകളിൽ ചിലർ ഇപ്പോൾ പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിൻ്റെ കയ്യിലുണ്ട്. അവരിൽ ചിലർ ചിലപ്പോൾ ഹിസ്ബുള്ളയുടെയോ ഹൂതികളുടെ കൈവശമുണ്ടാകാം. ആ ബന്ദികളെ വെച്ച് ഇനി ഹിസ്ബുള്ളയും ഹൂതികളും വിലപേശാനുള്ള സാഹചര്യങ്ങളുമുണ്ട് എന്നതാണ് നമ്മളുടെ മുന്നിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.